അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു അസുസിൻ്റെ വയർലെസ് കീബോർഡ് ആൻഡ് മൗസ് ആണ്. ഒരു 1200 റേഞ്ചിൽ നിങ്ങളൊരു നല്ലൊരു കീബോർഡ് മൗസ് നോക്കുന്നുണ്ടെങ്കിൽ, വയർലെസ് കീബോർഡ് മൗസ് കോംബോ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് അസുസിൻ്റെ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഈ 1000 റേഞ്ചിലൊക്കെ നമുക്ക് സെബ്രോണിക്സിൻ്റെയും അങ്ങനെ കുറേ ലോക്കൽ ബ്രാൻഡുകളിലൊക്കെ കിട്ടും. പക്ഷേ ഞാൻ അതൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി, നല്ല ലോങ് ലൈഫ് വേണ്ട ഒരു പ്രൊഡക്റ്റ്, നിങ്ങളൊരു കീബോർഡ് മൗസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലോജിടെക്കിൻ്റെ നോക്കുക, അല്ലെങ്കിൽ അസുസിൻ്റെ നോക്കുക. അപ്പോൾ അങ്ങനത്തെ ഹൈ ക്വാളിറ്റി ബ്രാൻഡുകളുടെ മാത്രം നോക്കട്ടെ. ഞാനിപ്പോൾ ഇത്ര കാലം ഉപയോഗിക്കാറുള്ളത് ലോജിടെക്കിൻ്റെ, അന്ന് ഞാൻ അസുസിനിൽ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസുസിൻ്റെ ഒരു CW100 എന്ന് പറഞ്ഞൊരു മോഡലാണത്. ഇത് എന്താ പറയുക, നമ്മുടെ വയർലെസ് ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു മോഡൽ തന്നെയാണ്. ഇതിൻ്റെ എന്താ പറയുക, MRP സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 1899 രൂപയ്ക്കാണ് MRP വരുന്നത്. നമുക്ക് ആമസോണിൽ ഒരു 1100, പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ സെയിൽസ് വരാൻ പോകുന്ന സമയത്തൊക്കെ 1000 രൂപയ്ക്ക് റേഞ്ചിലൊക്കെ സാധനം കിട്ടും. നല്ല കിടിലൻ. ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 2-3 ദിവസമായി. നല്ല ഇതിൻ്റെ കീബോർഡ് എടുത്ത് പറയുന്ന ഒരു സംഭവമാണ്. പറയുമ്പോൾ നല്ല സ്ലിം കീബോർഡാണ്, പക്ഷേ ഒരു രക്ഷയില്ലാത്ത സ്മൂത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടി വരും. ഇതാണ് അതിൻ്റെ കീബോർഡ്. കണ്ടു, ഒരു ചിക്ലെറ്റ് കീബോർഡ് ടൈപ്പാണ്, പക്ഷെ ഭയങ്കര സ്മൂത്താണ്, ഒരു രക്ഷയില്ലാത്ത സ്മൂത്താണ്. നമുക്ക് തമ്മരണത് അറിയില്ല, അത്രയ്ക്കും സ്മൂത്താണ്. പിന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6 months to 1 year ഒക്കെ ബാറ്ററി ലൈഫും കിട്ടും. നമുക്ക് ഇതിനുള്ള ഒരു ബാറ്ററി ഉണ്ടായിരിക്കും. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഒരു AAA ബാറ്ററിയാണ് നമുക്ക് കീബോർഡിൽ വേണ്ടത്. കണ്ടോ, ഒരു AAA ബാറ്ററി, ആൽക്കലൈൻ ബാറ്ററിയാണ് നമുക്ക് വേണ്ടത്. മൗസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു AA ബാറ്ററിയാണ് വേണ്ടത്. രണ്ടും നമ്മുടെ ബോക്സിലുള്ളത് തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് മൗസ്. നോർമൽ മൗസാണ്, അത്യാവശ്യം വലിയ സൈസായിട്ടുള്ളൊരു മൗസാണ്. അപ്പോൾ ഇതിനും നമുക്ക് ഭയങ്കര സ്മൂത്ത് ടച്ച് ആണ്. ഞാൻ പറഞ്ഞല്ലോ, മൗസിൻ്റെ കീബോർഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇത് പ്രസ് ചെയ്യുന്ന സൗണ്ട് പോലും നിങ്ങൾക്ക് കേൾക്കുന്നതല്ല, അത്രയ്ക്ക് സ്മൂത്താണ്. അപ്പോൾ രക്ഷയില്ലാത്ത മൗസാണ്. ഇതിന് 2 വേരിയൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് അത് രണ്ടിലും ചെറിയൊരു ഡിഫറൻസ് ഡിസൈനിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. 2 ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങളൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു കീബോർഡ് മൗസ് വയർലെസ് കോംബോ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യാണ്. ലോജിടെക്കിൻ്റെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം റേഞ്ച് കൂടിയിട്ടുള്ള മോഡൽ മാത്രം എടുത്താൽ മതി. എന്ന് വെച്ചാൽ ലോജിടെക്കിൻ്റെ ബേസ് വേരിയൻ്റ് ഒക്കെ വലിയ കാര്യമില്ലാത്ത കംപ്ലയിൻസ് വരുന്ന മോഡലുകളാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കേണ്ടത് നമ്മുടെ MK220 എന്ന് പറഞ്ഞൊരു മോഡലായിരുന്നു. ഞാൻ കാണിച്ചത് അതിന് ഓൾമോസ്റ്റ് 2200 ആ റേഞ്ചൊക്കെ പ്രൈസ് വരുന്നുണ്ട് കേട്ടോ. മൾട്ടിമീഡിയ സപ്പോർട്ട്, മൾട്ടിമീഡിയ കീസൊക്കെ ഉള്ള മോഡലാണ് കണ്ടത്. ഇപ്പം ഇതിനും വലിയ കംപ്ലൈൻറ്റ് സംഭവമൊന്നും ഇല്ല. പക്ഷേ ഇതിൻ്റെ കീസും സംഭവമൊക്കെ ഇതിനായിട്ട് അസസ്സായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റഫ് കീബോർഡുകൾ, റഫ് ടച്ച് സംഭവമൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാൻ അസസിൻ്റെ കീബോർഡ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽസ് കാണാൻ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കി നമ്മളെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.